ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന 6 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ദിവസവും നമ്മുടെ ചാനലിൽ ഓരോന്നായിട്ട് പ്രഗ്നൻസി ചാൻസ് ഇൻക്രീസ് ചെയ്യാനും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഇത് ഫോളോ ചെയ്യണോ അത് ഫോളോ ചെയ്യണോ എന്നതിനെ പറ്റിയിട്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകും അങ്ങനെ ഒരു സംശയം. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താണോ നിങ്ങളുടെ പ്രശ്നം, ആ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക. ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തതാണെങ്കിൽ ഓവുലേഷൻ്റെ ചാൻസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. ഓരോ ദിവസവും ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് ഗ്രാമ്പു വെള്ളം കുടിക്കാനായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവർ അത് കുടിക്കുക. ചില ആളുകൾക്ക് കറുവപ്പട്ട വെള്ളം കുടിക്കാനായിരിക്കും, ചില ആളുകൾക്ക് പെരുംജീരകമായിരിക്കും, ചില ആളുകൾക്ക് കരിഞ്ജീരകമായിരിക്കും. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അണ്ടം വളരാനായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഫോളോ ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സും ഫുഡ് ഐറ്റംസും ഷെയർ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുക. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നല്ലതാണ്, അപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് മാതളനാരങ്ങ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളത് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ എക്സസൈസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 6 ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് പീരിയഡ്സിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രവർത്തനം എന്താണെങ്കിലും പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് തുടങ്ങണമെങ്കിൽ അത് പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ തന്നെ നമ്മൾ തുടങ്ങിയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം യൂട്രസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇഞ്ചി നിങ്ങൾ തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ യൂട്രസ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഇഞ്ചി നമ്മളുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉള്ള ഒരു സാധനമാണ്. നമുക്ക് കറിക്ക് എല്ലാത്തിനും ഇഞ്ചി ഇല്ലാത്തൊരു കഷായില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇഞ്ചി ഉപയോഗിക്കും. ഇങ്ങനെ ഇഞ്ചി കുറച്ചൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ചതച്ച് അത് വെള്ളം തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് 1/2 ഗ്ലാസ് നല്ലതുപോലെ ബോയിൽ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ സത്ത് മൊത്തം ഇളകിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഫുഡ് ഏതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആണെങ്കിൽ ലഞ്ച്, ഏതാണോ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും എടുത്തതിന് ശേഷം മാത്രം ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ എത്ര ദിവസം നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടോ അത്രയും ദിവസം വരെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് യൂട്രസ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് അത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് പീരീഡ്സ് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവില്ലേ, അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ അഴുക്ക് യൂട്രസിലുണ്ടാകും. അതൊക്കെ മൊത്തത്തിൽ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഞ്ചി വെള്ളം പറ്റുന്നില്ലെങ്കിൽ ശർക്കര കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശർക്കര ഒരു കുഞ്ഞു ശർക്കര കട്ടി എടുത്ത് കഴിക്കുന്നത് യൂട്രസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇഞ്ചിയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ ഓവുലേഷൻ പീരീഡ്സ് ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം വരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പീരീഡ്സ് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും ഇഞ്ചി വെള്ളം കുടിക്കേണ്ട കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗ്രാമ്പൂ വെള്ളം. ഗ്രാമ്പൂ നമ്മുടെ എല്ലാവരുടെ അടുക്കളയിലുള്ള സാധനമാണ്. ഇത്രത്തോളം പ്രഗ്നൻ്റ് ആകാൻ സഹായിച്ചിട്ടുള്ള ഒരു ടിപ്പ് വേറെ ഉണ്ടാവില്ല. അത്രമാത്രം എഫക്റ്റീവാണ് ഗ്രാമ്പൂ വെള്ളം എന്ന് പറയുന്നത്. നമ്മളിലൊരു LH ഹോർമോൺ ഉണ്ട്. LH ഹോർമോൺ അഥവാ ലൂട്ടനൈസിങ് ഹോർമോൺ. നമുക്ക് ഓവുലേഷൻ നടക്കുമ്പോൾ LHൻ്റെ ഒരു സർജ് നമ്മളിൽ വന്നിട്ടാണ് നമുക്ക് ഓവുലേഷൻ അവിടെ നടക്കുന്നതും അണ്ടം പൊട്ടുന്നതും. ഈ ഒരു സർജ് ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ വെള്ളം സഹായിക്കും. അതോടൊപ്പം തന്നെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കാനും ഹസ്ബൻഡിൻ്റെ സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഗ്രാമ്പൂ വെള്ളം സഹായിക്കും. പീരിയഡ്സിൻ്റെ ആദ്യത്തെ 5 ദിവസം നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചി വെള്ളം എപ്പോഴാണോ നിങ്ങൾ നിർത്തുന്നത് ആ നിർത്തുന്ന ദിവസം മുതൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമ്പൂ വെള്ളം കുടിക്കാവുന്നതാണ്. നല്ല സ്പൈസസ് ആണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റോറുകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഗ്രാമ്പൂ മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വെജിറ്റബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പച്ചക്കറിയെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തതാണ് ഫ്രൂട്ട്സ് കാറ്റഗറിയിൽ പെടുന്ന എന്തെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വിലയുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒരു വാഴപ്പഴമെങ്കിലും കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. വാഴപ്പഴം കഴിക്കുമ്പോഴേക്കും ഒരുപാട് ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ പേരക്ക, അത്തിപ്പഴം,
ഇപ്പോൾ ഈന്തപ്പഴം അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതെല്ലാം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആപ്പിൾ, ഓറഞ്ച്, നെല്ലിക്ക ഇതെല്ലാം നമുക്ക് ഒരുപാട് റേറ്റ് മുടക്കേണ്ടാത്ത ഫ്രൂട്ട്സാണ്. അത് നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണമെങ്കിലും മേടിച്ചിട്ട് കഴിക്കുക. എല്ലാ ദിവസവും ഓരോ നെല്ലിക്ക വീതം ഓരോ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നട്ട്സ്. നട്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന വാൾനട്ട്, അതുപോലെ കാഷ്യൂനട്ട്, ബദാം, പിസ്ത അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ ഈവനിങ് സമയത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം ഇത് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ മോന് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഗ്രോത്ത് നല്ലതുപോലെ പുറകോട്ടേക്ക് പോയായിരുന്നു. കുഞ്ഞിന് കുറച്ച് അബ്നോർമാലിറ്റീസ് ഓൾറെഡി പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒന്നും പിന്നീട് അങ്ങോട്ടേക്ക് ഫർദറായിട്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതല്ലാതെ എനിക്ക് കോവിഡൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് ഗ്രോത്ത് കുറച്ച് പുറകോട്ട് പോയായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി സി സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരാഴ്ച എനിക്ക് സമയം തന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് മുട്ട, പാല്, പിന്നെ പിസ്ത. ഇത് മൂന്നും എനിക്ക് വല്ലാത്തൊരു മാജിക് ആയിരുന്നു ഉണ്ടായത്. അത്രത്തോളം ഗ്രോത്ത് കുഞ്ഞിന് പിന്നെയും മുമ്പോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അത് സഹായിച്ചു. അപ്പോൾ ഈ പറയുന്നത് വെറുതെ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്കും എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനും ഗ്രോത്ത് വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിസ്തയൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു ഗ്ലാസ് പാലെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയതെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ പെടുന്നതാണ് പ്രിനേറ്റൽ വിറ്റമിൻസ്. ഒരുപാട് പേര് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും പ്രിനേറ്റൽ വിറ്റമിൻസ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരു ദിവസം എന്തൊക്കെ നമ്മൾ നല്ലത് കഴിക്കാനായിട്ട് ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന അത്ര റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടാക്കാം. അതിൻ്റെയൊക്കെ ദൗർലഭ്യം നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കാം. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിനേറ്റൽ വിറ്റമിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിനേറ്റൽ വിറ്റമിൻസ് എന്ന് പറയുമ്പോഴേക്കും അതിൽ കാൽസ്യം പെടും, അയേൺ പെടും, ഫോളിക് ആസിഡ് പെടും. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള മൾട്ടി വിറ്റമിൻ നമുക്കതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ വിറ്റമിൻസ് ഒക്കെ കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ അണ്ടത്തിന് നല്ല ഗ്രോത്തോട് കൂടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അയേണും കാൽസ്യവും ഫോളിക് ആസിഡും എല്ലാം കൂടി ചേർന്നിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾ ആ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽക്കേ തന്നെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞിന് അങ്ങോട്ടേക്ക് വൈറൽ ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ഗ്രോത്ത് നിന്ന് പോകാതിരിക്കാനും ഹാർട്ട് ബീറ്റ് നിന്ന് പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇപ്പം ഇങ്ങനെയായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മൾട്ടി വിറ്റമിനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൽ വിറ്റമിൻ ഇയും അങ്ങനെയുള്ള എല്ലാ സപ്ലിമെൻറ്റ്സും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക. പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ പ്രിനേറ്റൽ വിറ്റമിൻസ് എന്തായാലും നിങ്ങൾ എടുത്ത് തുടങ്ങുക കേട്ടോ. ഇനി ഒരുപാട് പേര് ചെയ്ത് വെക്കുന്ന മിസ്റ്റേക്കാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വിറ്റമിൻ്റെ സപ്ലിമെൻറ്റ്സ് മേടിച്ച് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദൂഷ്യമുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ശരീരത്തിന് എത്രത്തോളം mg ആ ഓരോ മെഡിസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് വേണോ അത് നമുക്ക് കൃത്യമായിട്ടും അറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഒന്നുകിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഫിസിഷ്യനെ പോയി കാണുക. അവരോട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, വിറ്റമിൻസ് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെഡിസിൻ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഗൈനിക്കിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കോ അല്ലെങ്കിൽ അവർ തന്നെയായിട്ടോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു തരും. അതും പറ്റുന്നില്ലെങ്കിൽ അടുത്ത ഹെൽത്ത് സെൻ്ററുകളും ആശാ വർക്കർമാരും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വൺസ് നിങ്ങൾക്ക് ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മേടിച്ചത് ഉപയോഗിക്കാവുന്നതാണ്. ചില ആളുകൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപ് തുടങ്ങിയിട്ട് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇൻ കേസ് എന്തെങ്കിലും ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ഒരു 6 മാസത്തേക്ക് ഗ്യാപ്പ് ഇടാറുണ്ട്. ആ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വിറ്റമിൻസ് ഒക്കെ കഴിച്ചുകൊണ്ട് പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വാങ്ങാം, അല്ലെങ്കിൽ ആ ഒരു ഓൾറെഡി എല്ലാ സ്ട്രിപ്പ് കാണിച്ച് നിങ്ങൾക്ക് വാങ്ങാം. അല്ലാതെ നിങ്ങൾ അങ്ങനെ മേടിച്ച് കഴിക്കരുത് കേട്ടോ. പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അങ്ങോട്ട് നീങ്ങിയ പ്രഗ്നൻസി പോകുമോ ഇങ്ങോട്ട് നീങ്ങിയ പ്രഗ്നൻസി പോകുമോ അങ്ങനെ ഒന്നും ആരും വിചാരിച്ച് ടെൻഷൻ ആവണ്ട. ഒരുപാട് ലെയറുകളുടെ അകത്താണ് നമ്മുടെ കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒരു തവണ ഒന്ന് കുമ്പിട്ട് നിവർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രഗ്നൻസി പോകില്ല. ഒരു തവണ നമ്മൾ യാത്ര പോയിട്ട് ഗട്ടർ ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രഗ്നൻസി പോകില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് ചില ആളുകളെ അഫക്റ്റ് ചെയ്യും. എല്ലാ ആളുകളെയും അല്ല, ചില ആളുകളെ മാത്രം അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാത്തടുത്ത് ഓവുലേഷൻ സമയമാണെന്ന് വിചാരിച്ചിട്ട് ഐഡിലായിട്ട് നിങ്ങൾ കിടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അറ്റ്ലീസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നടത്തമാണെങ്കിൽ, വാക്കിംഗ് ആണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കൃത്യമായിട്ട് വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, ബ്രിഡ്ജ് പോസ്, അതായത് നമ്മൾ കാല് ഉയർത്തി കുത്തി വെച്ചിട്ട് ഒരു സ്ലോപ്പിൽ കിടക്കുന്നതാണ് ബ്രിഡ്ജ് പോസ്, അത് നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനും കൂടും, കുഞ്ഞിലോട്ട് കിട്ടേണ്ടതെല്ലാം പ്രോപ്പറായിട്ട് കിട്ടുകയും ഇനിയുള്ളൊരു മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസിനെയും കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും കേട്ടോ. അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും ടെൻഷൻ ഇല്ലാതിരിക്കുക. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് അന്താളിപ്പാണ്, ഒരു ആളലാണ്, വയറിൽ എന്താണ് തീ കത്തിക്കുന്ന പോലെയാണ്, നെഞ്ചിലെന്തോ പാളുന്ന പോലെയാണ്. ഇതൊക്കെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം ടെൻഷൻ നിങ്ങൾക്കുണ്ടോ അത്രത്തോളം നിങ്ങളും ഒരു അമ്മയാകുക എന്നുള്ളൊരു കാര്യവും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞിനെ കാണാനായിട്ട് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. എത്രത്തോളം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക. ബുക്ക് വായിക്കുക, പടം വരക്കുക. ചില ആളുകൾക്ക് വെബ് സീരീസ് കാണാൻ ഇഷ്ടമായിരിക്കും, ട്രോൾസ് കാണാൻ ഇഷ്ടമായിരിക്കും, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചെടി നനക്കാൻ ഇഷ്ടമായിരിക്കും. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കുത്തി നോവിപ്പിക്കാനായിട്ട് ആൾക്കാർ ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഇൻലോസ് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരുമായിട്ട് ആ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുക. ആരൊക്കെയാണോ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നത് അവരുമായിട്ട് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ, ഇപ്പോൾ മുസ്ലിംസ് പ്രാർത്ഥിക്കുന്ന രീതിയിൽ, നിസ്കരിക്കുന്ന രീതിയിൽ അവരും ദൈവവും മാത്രമേ ഉള്ളൂ. അതുപോലെ ഹിന്ദുസ് പ്രാർത്ഥിക്കുന്ന രീതിക്ക് നാമം ജപിക്കുമ്പോഴേക്കും അവരും ദൈവവും മാത്രമേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യൻസ് കുരിശ് വരയ്ക്കുന്ന സമയത്തും അവരും ദൈവവും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അത്രത്തോളം നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുക. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മളും വിചാരിക്കണം, ദൈവവും വിചാരിക്കണം നമുക്കൊരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മൈൻഡ് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞിനെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. അത്രയും നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഒരുപാട് റിലാക്സ്ഡ് ആകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഒരുപാട് ഈസി ആയിട്ടുള്ള ടിപ്സ് അല്ലേ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന ടിപ്സ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങുക. ഈ വർഷം തീരുന്നതിന് മുൻപ് എല്ലാവർക്കും പ്രഗ്നൻസി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ജനുവരിയിൽ നിങ്ങൾക്ക് ജനുവരി 1 നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെങ്കിൽ അതിനെ ഡേ 1 ആയിട്ട് എടുക്കുക. ഫെബ്രുവരി 2 നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അതിനെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ എണ്ണി പറയുക കേട്ടോ. സ്പോട്ടിങ് വന്ന ദിവസം, അതായത് ബ്രൗൺ ഡിസ്ചാർജ് മാത്രം വന്ന ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എപ്പോഴാണോ ബ്ലീഡിങ് തുടങ്ങിയത് ആ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.